നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ജനമനസ്സിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടൊപ്പം ഈ പരിപാടിയിലും ഡോക്ടർ എം.എ. ലാലുണ്ട്. ഒപ്പം തന്നെ വിശകലന വിദഗ്ധനായി മാധ്യമപ്രവർത്തകൻ ശ്രീ ഷാജി എം. ജോസഫും പങ്കെടുക്കുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ വായിച്ചു പോകുന്ന ഈ പരിപാടി ഇന്ന് തെക്കേ ഇന്ത്യയെ പ്രത്യേകിച്ചെടുത്ത് ചർച്ച ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തെക്കേ ഇന്ത്യക്കും ഒരു രാഷ്ട്രീയ തനിമയുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ ഓരോ വിഭാഗവും പ്രത്യേക രീതിയിൽ പെരുമാറുന്നുമുണ്ട്. ഇതെങ്ങനെയാണ് വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഈ ഭാഗം എങ്ങനെയാണ് പെരുമാറുക എന്നതാണ് ഞങ്ങൾ ഇത്തവണ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. തെക്കേ ഇന്ത്യക്ക് ഒരു രാഷ്ട്രീയ തനിമയുണ്ടെന്ന് NPC പറഞ്ഞതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനുമുണ്ട് അതിൻ്റെതായ രാഷ്ട്രീയ തനിമ. കേരളം പോലെയല്ല തമിഴ്നാട്, തമിഴ്നാട് പോലെയല്ല കർണാടകം, ആന്ധ്രയും തെലങ്കാനയും ഒരു പ്രദേശത്തിൻ്റെ രണ്ട് ഭാഗങ്ങളായി മാറുമ്പോൾ തന്നെ അതിൻ്റെതായ വ്യത്യാസങ്ങൾ അതിൻ്റെ സ്വത്വത്തിൽ ഉണ്ട്. ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ഇവിടെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ രാഷ്ട്രീയം പറയാനുമാകും. ഇതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇവിടെ എത്രയാണ് മണ്ഡലങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലോക്സഭാ മണ്ഡലങ്ങൾ ഓരോ സംസ്ഥാനത്തും. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ്, തമിഴ്നാട്ടിൽ 39, കർണാടകത്തിൽ 28, തെലങ്കാനയിൽ 17, ആന്ധ്രയിൽ 25, ലക്ഷദ്വീപിൽ, പുതുച്ചേരി, ആൻഡമാൻ, ഇവിടെയെല്ലാം ഓരോ മണ്ഡലങ്ങൾ വീതം. ആകെ 132 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ദക്ഷിണേന്ത്യയെക്കുറിച്ച് നമ്മൾ ഈ ചർച്ചയിൽ എടുക്കുമ്പോൾ പറയേണ്ടി വരിക. ഷാജി എം. ജോസഫ്, മൊത്തത്തിൽ ദക്ഷിണേന്ത്യയെ നമുക്ക് 2019 പോകാൻ പോകുന്ന ദക്ഷിണേന്ത്യയെ എങ്ങനെ പറഞ്ഞു തുടങ്ങാം? ദക്ഷിണേന്ത്യയിലെ ഈ 132 സീറ്റുകൾ 2014 വെച്ച് നോക്കുമ്പോൾ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന BJPക്കും NDAയ്ക്കും ഒരു ബാലികേറാമല തന്നെയാണ്. ഇത് ഞാൻ പറയാൻ കാരണം 2014 തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏക പെർഫോമൻസ്, നോട്ടബിൾ പെർഫോമൻസ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത് കർണാടകയിലെ 28 സീറ്റിൽ 17 സീറ്റ് നേടിക്കൊണ്ട് അവർ നടത്തിയ ആ ഒരു വിജയമായിരുന്നു. ഇന്ന് കർണാടകയിലെ രാഷ്ട്രീയ സ്ഥിതി നമുക്കറിയാം. അവിടുത്തെ ഏറ്റവും ശക്തമായ 2 പാർട്ടികൾ, ഉത്തർപ്രദേശിൽ BSPയും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ചു നിൽക്കും പോലെ ജനതാദൾ എസും കോൺഗ്രസും കൈകോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. ഈ 2 പാർട്ടികൾ സ്വരൂപിച്ചിരിക്കുന്ന, ഉണ്ടാക്കിയിരിക്കുന്ന ഈ സഖ്യത്തിൻ്റെ ഭാവി എന്താണെങ്കിലും, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ഭാവി എന്താണെങ്കിലും ഒരു കാര്യം വളരെ കൃത്യമാണ്. BJPയെ കർണാടകയിൽ 2014 അവർ ഉണ്ടാക്കിയ വിജയത്തിൻ്റെ അടുത്ത് ഒരു കാരണവശാലും എത്തിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു സഖ്യമാണ് കർണാടകയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങ് തെലങ്കാനയിലോ ആന്ധ്രാപ്രദേശിലോ കേരളത്തിലോ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷകൾ നൽകുന്ന ഫാക്ടേഴ്സ് ഒന്നുമില്ല. AIDMKയുമായുള്ള BJPയുടെ തമിഴ്നാട്ടിലെ അലയൻസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു നേട്ടം കൊണ്ട് മാത്രം BJP തൃപ്തിപ്പെടേണ്ട സാഹചര്യം അവിടെ ഉണ്ടാക്കും, BJP എന്ന പാർട്ടിക്ക് മാത്രമായിട്ട്. ഈ കണക്കുകൾ കൂടി ഒന്ന് നോക്കാം. ഷാജി എം. ജോസഫ്, ഇപ്പോൾ ഷാജി എം. ജോസഫ് കർണാടകത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ 2014 ലോക്സഭ എങ്ങനെയാണ് കണക്കുകൾ പറയുന്നത്? കേരളത്തിൽ UPAക്ക് എങ്ങനെയാണ് നോക്കാം. UPAക്ക് കേരളത്തിൽ 12, മറ്റുള്ളവർക്ക് 8, NDA 0. തമിഴ്നാട്ടിൽ 37 മറ്റുള്ളവർ എന്ന് പറയുന്നത് അതെ AIDMKക്ക്. NDAക്ക് 2 സീറ്റുകൾ മാത്രമാണ്. BJPക്ക് അവിടെ കിട്ടുന്നത് 2 സീറ്റുകൾ മാത്രമാണ്. കർണാടകത്തിൽ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 17 സീറ്റുകൾ അവർക്കന്ന് കിട്ടി 2014. UPAക്ക് 11 സീറ്റുകൾ മാത്രമായിരുന്നു. തെലങ്കാനയിൽ 3 UPAക്ക്, NDAക്ക് 2, മറ്റുള്ളവർക്ക് 12 സീറ്റുകൾ അവിടെ. ലക്ഷദ്വീപ് 1 സീറ്റാണ്, പുതുച്ചേരി 1 സീറ്റാണ്, ആൻഡമാൻ നിക്കോബാർ 1 സീറ്റാണ്. ഈ 17 സീറ്റ് കർണാടകയിൽ നേടുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അതിനെ അവർ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. ഈ ഒരു നേട്ടമെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാനായാൽ, ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നേരത്തെ ഞാൻ പറഞ്ഞ 2014 ബ്ലാക്ക് സ്വാൻ വിജയം നേടിയ ഹിന്ദി ഹാർട്ട്ലാൻഡിലെ അവരുടെ പോരായ്മകൾക്ക്, ഇപ്രാവശ്യത്തെ പരാജയത്തിന് അവർക്ക് വലിയ രീതിയിൽ തടയിടാൻ ഇവിടെ സാധിക്കും. പക്ഷെ ഇത് ഉണ്ടാകില്ല എന്നുള്ളതൊരു ഫാക്ടാണ്. ഒരുപക്ഷെ ശരിയാണ്. ഷാജി എം. ജോസഫ് വളരെ കൃത്യമായി പറയുന്നതാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. 99 തൊട്ടുള്ള ചരിത്രം നമ്മൾ നോക്കിയാലും ദക്ഷിണേന്ത്യ അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല.
ദക്ഷിണേന്ത്യ അങ്ങനെ ലൂസായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. 99 നോക്കുക, ഏറ്റവും നേട്ടമുണ്ടാക്കിയത് BJP 99 വാജ്പേയി വരുമ്പോഴാണ്. NDAക്ക് അന്ന് 71 സീറ്റുകൾ ഉണ്ടായിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്ന്. 2004 10ലേക്ക് കൂപ്പുകുത്തി, 2009 26, 71ന്റെ 7 അയലത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഒരിക്കലും എന്നുള്ളതാണ്. 2004 99 UPAക്ക് 50 സീറ്റുകൾ ആയിരുന്നത് ഇപ്പോൾ 2014 47ന്റെ ചുറ്റുവട്ടത്ത് തന്നെ നിൽക്കുന്നു. 99ന്റെ അതേ രീതിയിൽ. 2004 മികച്ച പ്രകടനമായിരുന്നു, 80 സീറ്റുകൾ. 2009 70 സീറ്റുകൾ. മറ്റുള്ളവർക്ക് 99 11, 2004 26, 2009 36. അതായത് BJPക്ക് താങ്കൾ പറഞ്ഞതുപോലെ അത്ര എളുപ്പമല്ല ദക്ഷിണേന്ത്യ എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ചരിത്രം. ഈ ദക്ഷിണേന്ത്യയുടെ കൂട്ടത്തിൽ BJPക്ക് എന്നും BJPയെ രാഷ്ട്രീയ രംഗത്തു നിന്ന് മാറ്റി നിർത്തിയിരുന്ന 2 സംസ്ഥാനങ്ങളിൽ ഒന്ന് ഒറീസയും ഒന്ന് വെസ്റ്റ് ബംഗാളുമാണ്. ഇതുകൂടെ കൂട്ടി നിങ്ങളൊന്ന് വായിക്കുക. ഏതാണ്ട് 200 സീറ്റിനടുത്ത് സദേൺ ഇന്ത്യ ടു കോസ്റ്റൽ ഇന്ത്യ അപ് ടു വെസ്റ്റ് ബംഗാൾ BJPക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതാണ്ട് 200ഓളം സീറ്റുകൾ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇലക്ഷനിലാണ് BJP ഇപ്പോൾ നേരിടുന്നത്. കർണാടകയിൽ 17 സീറ്റുകൾ, അതായത് 543 സീറ്റിൽ 200 സീറ്റിൽ നിന്ന് വ്യക്തമായി മാറ്റി നിർത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് BJP നേരിടുന്നത്. BJP ഈ 200 സീറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ 2019ലേക്കും ചിന്തിക്കാം എന്ന് പറയുന്നതിന് കേരളത്തിൻ്റെതായ കാരണങ്ങൾ, തമിഴ്നാട്ടിന് അതിൻ്റെതായ ചരിത്രപരമായ രാഷ്ട്രീയ രീതി. വളരെ പെട്ടെന്ന് ഓരോ സംസ്ഥാനങ്ങളിലേക്കും വളരെ പെട്ടെന്ന് പോയി വരാനുള്ള ഒരു സമയമുണ്ട്. കേരളത്തിൽ നമുക്ക് അവസാനം എത്താം. കേരളത്തിൽ നമ്മുടെ പല ചർച്ചകളും വരുന്നതായതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങിയാൽ എങ്ങനെ പറയാം? തമിഴ്നാട്ടിൽ 37 സീറ്റും കയ്യിൽ വെച്ചിരിക്കുന്നത് AIDMK ആണ്. 2014 തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ 37 സീറ്റ് നിലനിൽക്കുന്നത് AIDMK ആണ്. AIDMKക്ക് സംഭവിച്ചിരിക്കുന്നത് വളരെ വലിയ ലോസ് ഓഫ് പിന്തുണയാണ്. അത് DMKക്ക് ഗുണകരമാകും ഉറപ്പായിട്ടും. ഒരു കാലഘട്ടത്തിൽ ജയലളിതയോടൊപ്പം അടിയുറച്ചു നിന്നിരുന്ന തമിഴ്നാട്ടിലെ മൈനോറിറ്റീസ് ജയലളിതയുടെ മരണത്തിന് ശേഷം BJPയുടെ സ്ട്രാങ്കിൾ ഹോൾഡിൽ നിൽക്കുന്ന ഒരു AIDMK ആണ് കണ്ടത്. AIDMK എന്ന് പറയുന്ന പാർട്ടിയെ കയ്യിലെടുത്ത് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും അമ്മാനമാടുന്നതാണ് ഈ കഴിഞ്ഞ 3 വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയലളിതയുടെ ആ മരണ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. ഇത് AIDMKയുടെ വോട്ട് ബാങ്കിനെ ദോഷകരമായിട്ട് ബാധിക്കും അല്ലേ? നെടുകെ പിളർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദിനകരൻ ജയിച്ചത്? പ്രഷർ കുക്കർ ജയിച്ചത് എന്തുകൊണ്ടാണ്? പ്രഷർ കുക്കർ പോലുള്ള ഒരു സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, AIDMKയോട് എന്നും ചേർന്ന് നിന്നിരുന്ന ജനങ്ങൾ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ, കുതന്ത്രങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതാണ് ഇതിന്റെ സത്യം. രജനീകാന്തിന് പോലും ആ രീതിയിലേക്ക് 2019 ആരെയും സഹായിക്കാൻ പറ്റില്ല. ആരെയെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഷാജി എം ജോസഫ്, രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാതെ ഇരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് AIADMK എന്ന് പറയുന്ന പാർട്ടി ഏതാണ്ട് ICUയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ജനം സൈൻ ചെയ്യുന്നത് വരെ അദ്ദേഹം മുന്നോട്ട് വരില്ല. കാരണം രജനീകാന്ത് കാണുന്ന രാഷ്ട്രീയ സ്പേസ് എന്ന് പറയുന്നത് ജയലളിതയുടെ അസാന്നിധ്യത്തിൽ രൂപീകൃതമാകുന്ന ആ സ്പേസാണ്. ആ സ്പേസിൽ മാത്രമേ രജനീകാന്തിന് ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ മുൻ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇവിടെ അങ്ങനെ ബുദ്ധിയില്ലാതെ പെരുമാറി എന്ന് പറയാനാകുമോ? ഇവിടെ ഒരു കുറച്ച് സ്ട്രാറ്റജിക്കലി തീർച്ചയായിട്ടും അല്ല. കോൺഗ്രസ് തമിഴ്നാട്ടിൽ DMKയുമായി ചേർന്നുകൊണ്ടുള്ള ആ സീറ്റ് വിഭജനവും ആ സഖ്യവും എന്ന് പറയുന്നത് വളരെ ക്ലാസിക്കലാണ്. അതായത് ബീഹാറിൽ നിതീഷ് കുമാറും നരേന്ദ്രമോദിയും ചേർന്നുകൊണ്ടുണ്ടാക്കിയ സിറ്റിംഗ് സീറ്റുകൾ പോലും വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സഖ്യം ക്ലാസിക്കൽ എക്സാമ്പിളാണ്. അതുപോലൊരു സഖ്യമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ അവിടുത്തെ അവസ്ഥ ഇത് ആയിരുന്നില്ല. അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആയിരുന്നതാണ്. അത് വളരെ മുമ്പല്ലേ? അത് വളരെ മുൻപ്. അതുപോലെ തന്നെയാണ് കോൺഗ്രസും BJPയും സ്വീകരിക്കുന്ന നയങ്ങൾ, സഖ്യം രൂപീകരിക്കാൻ അവർ സ്വീകരിക്കുന്ന നയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിൽ. BJP ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കുക, BJP സെക്കൻഡ് ഫിഡിൽ കളിക്കാൻ തയ്യാറാണ് AIDMKയോട്. മഹാരാഷ്ട്രയിൽ ശിവസേനയോട് സെക്കൻഡ് ഫിഡിൽ കളിച്ച കുറെ ചരിത്രമുണ്ട് BJPക്ക്.
അല്ലേ? ഇന്ന് ആരാ മഹാരാഷ്ട്ര ഭരിക്കുന്നത്? ഇന്ന് BJP ആണ് ഭരിക്കുന്നത്. BJPയുടെ തന്ത്രം എന്ന് പറയുന്നത് തങ്ങൾക്ക് വേരോട്ടമില്ലാത്ത സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടിയുമായി ഒത്തുനിന്നുകൊണ്ട് അവരുടെ ഡിക്റ്റാറ്റ്സ് പൂർണ്ണമായി ഉൾക്കൊണ്ടേണ്ടി വന്നാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ക്യാൻസർ പോലെ പതുക്കെ 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 അവിടുത്തെ സ്പേസുകൾ പിടിച്ചെടുക്കുക, ഒരു പരിധി വിടുമ്പോൾ അവരെ അങ്ങ് വിഴുങ്ങുക. പക്ഷെ അത് മുൻകൂട്ടി കണ്ട ചന്ദ്രബാബു നായിഡു ആന്ധ്രയിലെടുത്ത നിലപാട് എന്താണ്? അവിടെ അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും? ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു രാഷ്ട്രീയമായി ഒറ്റപ്പെടുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയ രംഗമെന്ന് പറയുന്നത് കഴിഞ്ഞ 4-4.5 വർഷമായി NDA ഗവൺമെന്റിനെ, ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ അദ്ദേഹം പിന്തുണ കൊടുത്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശിന് വളരെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കും, സാമ്പത്തികമായ പിന്തുണ പ്രത്യേകിച്ച് ലഭിക്കുമെന്ന് കരുതിയിരുന്നു. എന്നാൽ പശുവിനെ പുല്ല് കാണിച്ചു വിളിക്കും പോലെ ആണ് നരേന്ദ്രമോദി ആന്ധ്രയോട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. നരേന്ദ്രമോദിയുമായിട്ടുള്ള നീക്കം തനിക്ക് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പിന്തുണ നഷ്ടപ്പെടുത്താനുള്ള കാരണങ്ങളായി അതിനെ അതിജീവിക്കുന്ന രീതിയിലൊരു സാമ്പത്തിക നേട്ടം കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ വോട്ട് പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് TDP പുറകോട്ട് മാറിയത്. കാരണം BJPയുമായി ഒരു അലയൻസിൽ നിന്നുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ജഗനുമായിട്ടൊരു അലയൻസ് ഉണ്ടാകാതിരിക്കുന്നത് ഇപ്പോഴും. കാരണം മതന്യൂനപക്ഷങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഭൂരിപക്ഷ സീറ്റുകൾ ആന്ധ്രാപ്രദേശിലുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ജഗൻ എന്തുകൊണ്ടാണ് കോൺഗ്രസുമായി ഒരു അലയൻസിന് തയ്യാറാകാത്തത്? ജഗൻ അതിന് തയ്യാറാകാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ജഗൻ എന്ന് കോൺഗ്രസിന്റെ ഒരു അലയൻസിലേക്ക് നീങ്ങുന്നു, അന്ന് ജഗന് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മറ്റ് മതന്യൂനപക്ഷങ്ങളല്ലാത്ത റെഡ്ഡികളുടെ ഇടയിലുള്ള ആ ഒരു സപ്പോർട്ട് ബേസ് നഷ്ടപ്പെടും. അതായത് കോൺഗ്രസിനും BJPക്കും ഇതേ പ്രശ്നം ആന്ധ്രാപ്രദേശിലുണ്ട്. അത് മാറ്റിയെടുക്കാൻ നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള വികാരം മുതലാക്കാൻ വേണ്ടി കോൺഗ്രസ് അവിടെ ശ്രമിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ അവിടെ ആന്ധ്രയിലേക്ക് വിട്ടതാണ്. പക്ഷേ അതിന് ഫലം കാണുന്നില്ല. TDP അതിന്റെ വഴിക്കും YSR കോൺഗ്രസ് അതിന്റെ വഴിക്കും പോകുമ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യും? അവിടെ രാഷ്ട്രീയ സത്യം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ അവിടെ കോൺഗ്രസും BJPയും അവരുടെ ഏതാണ്ട് അവസാനത്തെ ആയുധമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ അവിടെ AICC പ്രതിനിധിയായി ജനറൽ സെക്രട്ടറിയായി വെച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയ നീക്കം അത് വിജയിച്ചിട്ടില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തെലങ്കാനയിലേക്ക് വരികയാണെങ്കിലോ ആന്ധ്രാപ്രദേശിന്റെ തന്നെ പഴയ തെലങ്കാന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓൾ ഡൊമിനേറ്റിംഗ് ടെറൈൻ ഫോർ ദ TRS. ചന്ദ്രശേഖർ റാവു എന്ന് പറയുന്ന നേതാവ്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മഹാത്മാഗാന്ധിയാണ് അവിടെ. കോൺഗ്രസിന്റെ 8ാമത്തെ MLAയും ഇന്നലെ TRSലേക്ക് ചേക്കേറി. കാരണം അവിടെ നിലവിൽ കോൺഗ്രസിനോ BJPക്കോ അല്ലെങ്കിൽ TDPക്കോ ഒരു കാര്യം നമ്മൾ വിചാരിക്കണം, ഈ കഴിഞ്ഞ തെലങ്കാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് TDPയുമായി അവിടെ ഒരു സഖ്യമുണ്ടാക്കി. അതിലൊരു വലിയ രാഷ്ട്രീയ മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, മുങ്ങാൻ പോകുന്നവൻ കച്ചി തുരുമ്പ് കിട്ടിയാലും അതേലും പിടിച്ച് രക്ഷപ്പെടാമോ എന്ന് നോക്കും. ആ രീതിയിൽ ഒരു രാഷ്ട്രീയമാണ് അവിടെ കോൺഗ്രസ് കളിച്ചത്. ഒരു അത്ഭുതം അവിടെ ഇനി സംഭവിക്കാനില്ല, ഒന്നും സംഭവിക്കാനില്ല. ഇറ്റ് വിൽ ബി എ ടോട്ടൽ ക്ലീൻ സ്വീപ്പ് ഫോർ ദി TRS, നോ ഡൗട്ട്. അപ്പൊ ഈ റായൽസീമയിലും കോസ്റ്റൽ ആന്ധ്രയിലും ഒന്നും ക്ലിക്ക് ചെയ്യാത്ത ആ സ്ട്രാറ്റജി പിന്നെ ഈ കർണാടകത്തിലും മറ്റ് ദക്ഷിണേന്ത്യയിലും ഒക്കെ എങ്ങനെയാണ് ഇത് കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ മാത്രം എങ്ങനെ ക്ലിക്ക് ചെയ്യപ്പെടും? അതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണോ? BJPയുടെ കാര്യമാണോ? കോൺഗ്രസിന്റെ കാര്യമാണ്. BJP ഇപ്പൊ ഈ പ്രദേശത്തൊന്നും BJP ചർച്ച ചെയ്യപ്പെടാനേ വരുന്നില്ലല്ലോ. ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ? ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ CPIM നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഒരു കാരണം കൊണ്ട് ഇവിടെ ഇപ്പോൾ ശബരിമല പ്രശ്നങ്ങളും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഇതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഈ ഗവൺമെന്റിനെതിരെ സാധാരണക്കാർക്കിടയിൽ ഒരു വലിയ ഫീലിംഗ് ഉണ്ട് എന്നൊരു വികാരം, ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ അപ്പത്തിന് വേണ്ടി കടിച്ചു കീറുന്ന 2 പാർട്ടികൾ അപ്പുറം നിൽക്കുകയാണ്. ഒന്ന് കോൺഗ്രസും, അതായത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അഡ്വാൻറ്റേജ് ഷെയർ ചെയ്യാൻ വേണ്ടി BJP പറയുന്നു ഞങ്ങളാണ് ഈ ഇതുണ്ടാക്കിയത്, ഞങ്ങളാണ് ഇതിൻ്റെ ഗാർഡിയൻസ് എന്ന് പറയുന്നു. കോൺഗ്രസ് ബൈ ഡിഫോൾട്ട് അത് നേടാൻ നോക്കുന്നു. എന്നാൽ ഈ 2 പാർട്ടികളിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, LDF ഇപ്പോൾ തന്നെ ഈ പ്രചരണത്തിൽ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ രാഷ്ട്രീയ കച്ചവടം അവർ അധികം നാളൊന്നും കണ്ടു നിൽക്കില്ല. അവർ കണ്ടു നിൽക്കില്ല.
പിന്നെ ഒരു കാര്യം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. ഇവിടെ UDF ജയിച്ചാൽ കോൺഗ്രസിന് അനുകൂലം, LDF ജയിച്ചാൽ അതും കേന്ദ്രം വരെ എത്തുമ്പോൾ അത് BJPക്ക് പ്രതികൂലമാകും എന്നത് വളരെ കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഗിവൺ എ ചോയ്സ്, അവർക്കൊരു ബെറ്റർ കാൻഡിഡേറ്റിനെ LDF ഓഫർ ചെയ്താൽ അവർ LDFന് വോട്ട് ചെയ്യുന്ന ഒരു മനസ്സാണ് അവർക്കുള്ളത്. കാരണം അവരുടെ പ്രാദേശിക ആവശ്യങ്ങൾ, ഇവിടുത്തെ ഓരോ സീറ്റിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ കാൻഡിഡേറ്റ് എത്ര നല്ലതാണ് എന്നാണ് അവർ നോക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, BJP കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും ശക്തമായ പ്രചരണങ്ങൾ നടത്തിയാൽ പോലും വിജയത്തിലേക്ക് അവരെ എത്തിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഒരു സീറ്റിലും ഇന്നും നിലവില്ല. ഇതിന്റെ കാരണമെന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി പക്വതയില്ലാത്ത ഒരു അലയൻസാണ് BJP ഉണ്ടാക്കിയിരിക്കുന്നത്. BJPക്ക് ഒരുപക്ഷെ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇത്തവണ പറയാൻ രാഷ്ട്രീയം കേരളത്തിൽ കുറവാണ് എന്നല്ലേ വിലയിരുത്തേണ്ടത്? കേരളത്തിൽ BJP രാഷ്ട്രീയം പറയില്ല. കേരളത്തിൽ BJP വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മതത്തിൻ്റെ പേരിലുള്ള ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, മതത്തിലൂന്നി നിൽക്കുന്ന ഒരു രാഷ്ട്രീയം, അതായത് ഹൈന്ദവ വോട്ട് ബാങ്കിനെ തങ്ങളുടേതാക്കി മാറ്റാൻ അവർ നടത്തുന്ന ഒരു ശ്രമം. പക്ഷേ BJPയുടെ നേതാക്കൾക്കും വളരെ അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും അവർ പറയുന്നുണ്ട്, ആ ഒരു രാഷ്ട്രീയം കൊണ്ട് കേരളത്തിൽ ഒരു സീറ്റ് നേടുക അപ്രാപ്യമാണ് എന്നവർക്കറിയാം. ഈ ഭാഗത്തിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണെങ്കിലും കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചർച്ച ചെയ്തതാണെങ്കിലും കർണാടകത്തിലേക്ക് കൂടി പോയാൽ കഴിഞ്ഞ തവണ BJPക്ക് നിൽക്കക്കള്ളി കൊടുത്ത ഈ തെന്നിന്ത്യയിലെ ഏക സംസ്ഥാനം, ആ സംസ്ഥാനത്തിന്റെ ഇത്തവണത്തെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കും? കർണാടകത്തിൽ 28 സീറ്റിൽ 17 സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP നേടിയതാണ്. അത് BJPയുടെ കർണാടകത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളായിരിക്കും. ലോട്ടറി ആയിരുന്നോ? വലിയ ലോട്ടറി, ചെറിയ ലോട്ടറി അല്ല, വലിയ ലോട്ടറി. അവിടെ രാഷ്ട്രീയമാണോ അതോ ഇത്തവണ ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒക്കലിംഗരും ലിംഗായത്തുകളും അത് തന്നെയാണോ ഇപ്പോഴും? കർണാടകത്തിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള രാഷ്ട്രീയം നടക്കാൻ പോകുന്നത് കർണാടകത്തിലാണ്. കാരണം കോൺഗ്രസ് JDS എന്ന് പറയുന്ന രണ്ട് പാർട്ടികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇപ്പോൾ അവരുടെ സീറ്റ് വിഭജനത്തിലും സീറ്റ് ഐഡന്റിഫിക്കേഷനിലും ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ അതെല്ലാ സഖ്യങ്ങൾക്കിടയിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ മാണ്ഡ്യ സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സുമലതയ്ക്ക് സീറ്റ് കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ അവർ അതിജീവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ കർണാടകത്തിൽ BJPയെ ഭയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അത് BJPക്ക് ഒരിക്കലും ഓവർകം ചെയ്യാൻ സാധിക്കില്ല എന്നും BJPക്ക് നന്നായി അറിയാം. അവിടുത്തെ വസ്തുതയും BJPക്ക് അറിയാം. അവർക്കെതിരെ ദ ഗ്രേറ്റ് വാൾ ഓഫ് നമ്മൾ പറയാറില്ലേ, ദ ഗ്രേറ്റ് വാൾ എന്ന് പറയാറില്ലേ, അത് ഒരു വലിയ ഭിത്തി നിൽക്കുകയാണ്. അതാണ് JDS കോൺഗ്രസ് അലയൻസ്. കർണാടകത്തിലെ ജാതി കെമിസ്ട്രി എടുത്താൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ആ ഒരു വിഭാഗങ്ങൾ മതന്യൂനപക്ഷങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് JDSന്റെ വക്കലിക ആ ഒരു ജാതിയെ കൂടെ ഒന്നിച്ചു നിർത്തിയാൽ വടക്കൻ കർണാടകത്തിലെ 2-3 സീറ്റുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ BJPക്ക് പ്രതീക്ഷിക്കാവുന്നത് ബാംഗ്ലൂരിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന 2-3 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതായത് മെട്രോ കൾച്ചർ നിലനിൽക്കുന്ന 2-3 സീറ്റുകൾ. ഈ ഓരോ സീറ്റ് വീതമുള്ള ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ, അവിടെ ആകെ NDAക്ക് ഉള്ളത് ആൻഡമാനിൽ മാത്രമാണ്. മറ്റത് രണ്ടും കോൺഗ്രസിന്റെ കൂടെ തന്നെ, UPയുടെ കൂടെ തന്നെ. അത് അങ്ങനെ തന്നെ നിൽക്കുന്നതാണോ? തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഒരു റിഫ്ലക്ഷൻ പുതുച്ചേരിയിലുണ്ട്. കേരളത്തിലെ ഒരു നമുക്കറിയാലോ, ലക്ഷദ്വീപ് നമുക്കറിയാം BJPക്കെതിരെ വോട്ട് ചെയ്യും, അതിനൊന്നും ഒരു സംശയമില്ല. കാരണം BJP ഇപ്പോൾ അവിടെ ഒരു വലിയ നേതൃത്വത്തെ കൊണ്ടുവരാനും കൂടെ സാധിക്കാതെ നിൽക്കുന്ന ഒരു സമയമാണ്. പുതുച്ചേരി ഞാൻ പറഞ്ഞല്ലോ, പുതുച്ചേരി എന്നും ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ കൗണ്ടർ ഓഫ് ദി തമിഴ്നാട് പൊളിറ്റിക്സ്. സോ ഇറ്റ് വിൽ സ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്. ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. തമിഴ്നാട്ടിൽ BJP നടത്തുന്നത് ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള ശ്രമമല്ല. തമിഴ്നാട്ടിൽ ഒരു ക്ലിയർ പൊളിറ്റിക്കൽ സ്ട്രോങ് ഫുട്ടിംഗ് ഉണ്ടാക്കാനാണ് BJP നോക്കുന്നത്. അതിനവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് AIADMK ആണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ AIADMK എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥിതി എന്താകും എന്ന് BJP തീരുമാനിക്കും. കാരണം BJP തമിഴ്നാട്ടിൽ AIADMKയുമായി സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് കൃത്യമായും കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28-ൽ 17 സീറ്റ് നേടി ഒരു വിജയകാഹളം മുഴക്കിയതുപോലെ തന്നെ
ഏറ്റവും കൂടുതൽ സദേൺ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള തമിഴ്നാട്ടിൽ ഒരു ഫുട്ടിംഗ് ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചാൽ, എപ്പോഴെല്ലാം വടക്കേ ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ UP മുതൽ മധ്യപ്രദേശ് വരെയുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് എപ്പോൾ തളർച്ചയുണ്ടായാലും അതിനെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 200ഓളം സീറ്റുകളിൽ BJP ഒഴിവാക്കപ്പെട്ട് നിൽക്കുന്ന ഒരു ഇലക്ഷനാണ് ഈ വരുന്നത്. ഇവിടെയാണ് BJPയുടെ ഏറ്റവും വലിയ പരാജയം നമ്മൾ നേരിട്ട് കാണുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, BJP കോൺഗ്രസിന് മേൽ വിജയം നേടിയ ഒരു ഏരിയയാണ് നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾ. 25 സീറ്റിൽ ഏതാണ്ട് വളരെ ശക്തമായ അലയൻസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, നമുക്കത് അടുത്ത എപ്പിസോഡുകളിലേക്ക് പോവാം. എന്തായാലും ദക്ഷിണേന്ത്യയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ വളരെ എളുപ്പമാണ്, നമുക്കറിയാവുന്നതാണ്, നമ്മളാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴും എത്ര വ്യത്യസ്തമായ രീതിയിലേക്കുള്ള രാഷ്ട്രീയ ചരിത്രമാണ് പറയേണ്ടി വന്നത് എന്നുള്ളതാണ്. അതിനുള്ള വിഭവങ്ങൾ ഒട്ടും ഈ 2019 കുറവല്ല എന്നാണ് ഇപ്പോൾ ഷാജി ജോസഫുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായത്. ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ ചിത്രവും വൈചിത്ര്യങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദക്ഷിണേന്ത്യക്ക് ഒരു തനിമയുണ്ട്, ഒപ്പം തന്നെ ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം ഇപ്പോൾ ഷാജി എം ജോസഫ് കൂട്ടിച്ചേർക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളും BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. അതിന്റെ ഫലം ഈ പൊതുതെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ പരിപാടിയിൽ എന്നോടൊപ്പം പങ്കെടുത്ത ഡോക്ടർ MA ലാലിന് നന്ദി, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ ശ്രീ ഷാജി എം ജോസഫിന് നന്ദി. ഈ പരിപാടി മറ്റൊരു പ്രദേശവുമായി അടുത്ത ലക്കത്തിൽ തുടരും. എല്ലാവർക്കും നമസ്കാരം.